100 കിറ്റ് നിങ്ങൾക്ക് വൈകുന്നേരം കൊടുത്തയക്കും. അപ്പൊ ഷെരീഫുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കളക്ട് ചെയ്യണം കേട്ടോ. മേടിക്കാൻ എനിക്കിത് എവിടെയാണ് എത്തിക്കുന്ന അറിയില്ല. ഷെരീഫിനാണ് ഏർപ്പാടാക്കിയേക്കുന്നത് കേട്ടോ. ഒരു വീട്ടിൽ വന്ന് താമസിച്ച് ഭക്ഷണം കഴിക്കണമെങ്കിൽ അതിനൊരു പരിധിയുണ്ട്. അവരുടെ വീട്ടിൽ കഴിക്കാൻ പറ്റില്ല. നമുക്ക് ഇന്നലെ വരെ ഭക്ഷണം കിട്ടി, ഇന്ന് കിട്ടിയിട്ടില്ല. വീട്ടിലിട്ട് ഞങ്ങൾ ഇവിടുന്ന് വഴിയിൽ നിന്ന് വാങ്ങിക്കലാണ്. ഇന്നലെ വരെ കിട്ടിയിട്ടില്ല. ഇല്ല, ഫുഡില്ല. 4 ദിവസമായി വന്നിട്ട് രാവിലെ കിട്ടിയിട്ടില്ല. രാവിലെ അവിടുന്ന് ഒരു ബിസ്ക്കറ്റും ചായ കുടിച്ചു മേപ്പാടിന്ന്. ഞങ്ങൾ അവിടെ മേലെ അത് കിട്ടി. അത് തന്നപ്പോ ഞങ്ങൾ 4 പേരുണ്ട്. ഫുഡ് തരുമെന്ന് പറഞ്ഞതാ. ഇത് ഫുഡിന് വേണ്ടിയിട്ടാണ്. അതിനാണ് ഇന്ന് സാധാരണ ഇല്ലാത്ത 3 ദിവസം നമുക്ക് കറക്റ്റ് കിട്ടിയിരുന്നു. നമ്മൾ ഫുഡിന് വേണ്ടിയിട്ടല്ല, നമുക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി വന്നതാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ ഈ പേരിൽ പഴകിയ ഫുഡ് അത് പറ്റില്ല. അതിനാണ് അതിനാണ് ഈ ഫുഡ് സേഫ്റ്റി അവരൊക്കെ കൊണ്ടുവരണം. ഭക്ഷണമില്ലാതെ ആൾക്കാരുടെ നിങ്ങൾ ആ ഫുഡ് കഴിക്കാൻ പക്ഷേ അതേ സമയത്ത് പഴയ ഫുഡ് കഴിച്ചാൽ ഇന്ന് ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു ഭക്ഷണം കിട്ടിയില്ല. ഇപ്പൊ ഇവിടുന്ന് ഒരു ബിസ്ക്കറ്റും ചായയും കുടിച്ചു. ഒരു വണ്ടി വന്നു ഫുഡിന്റെ. അവരോട് ചോദിച്ചാൽ പറഞ്ഞു ഞങ്ങൾക്ക് കൊടുക്കാൻ ഓർഡർ ആയിട്ടില്ല, മേലൊന്ന് ഓർഡർ വേണം, അതിൽ ഫുഡുണ്ട്, നമുക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ വണ്ടി എന്തോ ക്രിസ്ത്യൻ പള്ളിയിൽ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു. അത് പോയി. പിന്നെ ഞങ്ങൾ അപ്പുറം പോയിട്ട് ഇവരുടെ അടുത്തുനിന്ന് ബിസ്ക്കറ്റും വെള്ളം വാങ്ങി കുടിച്ചിട്ട് ഇപ്പം ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോവാം. ഈ രാവിലെ മുതലേ ഞങ്ങൾ അതിന്റെ മേലെ പോയതാ. വെറുതെ അവിടെ നടന്നതൊന്നല്ല, കളിക്കൊന്നുമല്ല. ഞങ്ങൾ അവിടെ പോയിട്ട് ഫുള്ള് ഈ JCBന്റെ കൂടെ ഞങ്ങൾക്ക് പറ്റുന്ന പോലെ ഞങ്ങൾ മുട്ടിൻക്ക് ചളിയിൽ കയറി വരുന്നത്. അത്രയും കഷ്ടപ്പെട്ടാ വരുന്നത്. എന്നിട്ടൊരു ഫുഡ് ഇന്നലെ ഈ പള്ളിയിൽ നിന്ന് കിട്ടിയിരുന്നു ഫുഡ്. ഇന്ന് അവിടെയില്ല. ഇന്ന് അവിടെ പോയപ്പോൾ ഒന്നുമില്ല. ഒരു പച്ചവെള്ളം വാട്ടർ ബോട്ടിൽ പോലും ഇല്ല. ഭക്ഷണം വിതരണം ചെയ്യുന്നത് നിർത്തണം എന്ന് DIG കൃത്യമായി നിർദ്ദേശിച്ചു എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ നിങ്ങൾ കൃത്യമായി തന്നെ ഈ സർക്കാരിന്റെ കണക്കനുസരിച്ച് കയറിപ്പോയ ആളുകളാണ്. ഇന്നിപ്പോ എവിടെയായിരുന്നു രക്ഷാപ്രവർത്തനം? ഞങ്ങൾ മുണ്ടക്കാൻ പോയി. അവിടുന്ന് താഴെ ഇങ്ങോട്ട് അവിടെ ഇത്രയും നേരം JCB എത്താത്ത ഒരു സ്ഥലമുണ്ട്. അവിടെ ചായത്തോട്ടത്തിലൂടെ ഇറക്കിയിട്ട് ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ മണ്ണിട്ട് ഇറക്കിയിട്ട് അവിടെ പോയി ഇത്രക്ക് ചളിയിൽ കുറെ ഞങ്ങൾക്ക് പറ്റുന്ന പോലെ കമ്പെടുത്തിട്ട് കുത്തി നോക്കി ഒരുപാട് ചെയ്തു. JCB അങ്ങോട്ട് ഇപ്പോഴും ഇറക്കാൻ പറ്റിയിട്ടില്ല. ആ അവസ്ഥയിലാണ് അവിടെ ഉള്ളത്. സമാനമായ അവസ്ഥ തന്നെയാണോ നിങ്ങൾക്കും? സെയിം ഇഷ്യൂ തന്നെ. ഞങ്ങൾ അങ്ങോട്ട് കയറി പോകുന്ന സമയത്ത് ഞങ്ങൾ കയ്യിൽ ബിസ്ക്കറ്റും വെള്ളം കാര്യങ്ങളായിട്ടാണ് നമ്മൾ കയറി പോയത്. ഞങ്ങൾ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങൾ വരെ നമ്മളവിടെ ഉദ്യോഗസ്ഥന്മാർക്കും കാര്യങ്ങൾക്കും കൊടുത്തു. അറ്റ്ലീസ്റ്റ് ഒരു 4 വണ്ടി ഇന്നലെ സെയിൽ ചെയ്ത പോലെ 4 വണ്ടി ഉണ്ടാക്കിയാണെങ്കിൽ ഇപ്പം ചെയ്യാൻ കഴിയും. ഇന്നൊരു വണ്ടി മാത്രമാണ് ഇപ്പൊ ഭക്ഷണം കൊടുത്തുകൊടുക്കുന്നത്. അപ്പൊ ആ 4 വണ്ടി ഉണ്ടെങ്കിൽ ഇപ്പൊ ചെയ്യാൻ കഴിയും സുഖമായിട്ട്. ടിന്നിൽ നിന്ന് ഫയർ ആൻഡ് റെസ്ക്യൂവിന് ചെറിയ ബോട്ടിലാക്കി ഇന്ന് ഞങ്ങള് വെള്ളം കൊടുത്തത്. ഫയർ ആൻഡ് റെസ്ക്യൂവിന് പോലും വെള്ളം എത്തിക്കാനുള്ള സംവിധാനമല്ല. ഡോഗ് സ്ക്വാഡിന് പരിമിതികൾ ഈ ഒരു നിയന്ത്രണത്തിന്റെ ഭാഗമായി ഉണ്ട് എന്നാണ് ഇവർ പറയുന്നതും. അത് തന്നെയാണ് യാഥാർത്ഥ്യവും. ഇപ്പോൾ ഇവിടെ ചില പരിസരവാസികൾ കൂടി നമ്മോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്നു. അവർ പറയുന്നത് ഈ ദുരിതം ബാധിച്ചതിനു ശേഷം പലരും ബന്ധുവീടുകളിലേക്ക് മാറിയവരുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പോകേണ്ടതില്ല, അവർ ബന്ധുവീട്ടിലേക്ക് മാറി. എന്നാൽ അവിടേക്ക് ഭക്ഷണം കിട്ടിയിരുന്നു കഴിഞ്ഞ ദിവസം വരെ എന്ന് അവർ പറയുന്നു. എന്നാൽ ഇന്ന് വീടുകളിലേക്ക് ഭക്ഷണം ഒന്നും തന്നെ കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു വിഷയം കൂടി അവർ കൂടി ഉന്നയിക്കുകയാണ്. ഈ തരത്തിലുള്ള ഒരു പ്രതിസന്ധി നിലവിൽ ഉണ്ട്. അതേസമയം തന്നെ സർക്കാർ ഇതിൽ വിശദീകരിക്കുന്നത് ഇത് ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ അതിൽ ഒരു വ്യക്തത വരണം എന്നുള്ളത് കൊണ്ടും കൃത്യമായ സംവിധാനത്തിലൂടെ തന്നെ ഭക്ഷണ വിതരണം നടക്കണം എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഇങ്ങനെ നിയന്ത്രണം ഏർപ്പെടുത്തിയത് എന്നാണ് പറയുന്നത്. സർക്കാർ സംവിധാനം കൃത്യമായി ഭക്ഷണം വിതരണം ചെയ്യുമെന്ന് കൂടി മന്ത്രി ഉറപ്പ് നൽകിയെങ്കിലും അത് ശരിയായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അജിത്.